അടുത്ത ഏത് നിമിഷവും ആകാശത്ത് നക്ഷത്രത്തിന്റെ പൊട്ടിത്തെറി നടക്കാം. അത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാനും കഴിയും. എങ്ങനെയെന്നല്ലേ? എപ്പോൾ വേണമെങ്കിലും ആകാശത്ത് ഒരു നക്ഷത്രത്തിന്റെ പൊട്ടിത്തെറി നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാനാകുമെന്നാണ് ശാസ്ത്രലോകം പ്രവചിക്കുന്നത്. ടീക്കൊറോണ ബോറിയാലിസ് എന്ന നക്ഷത്ര സംവിധാനത്തിലാണ് ഈ അവസരം കിട്ടുക. സെപ്റ്റംബറിനകം നമ്മൾ സാക്ഷിയാകാൻ പോകുന്നത് ഒരു നോവയുടെ കാഴ്ചയ്ക്കാണ്. ഭൂമിയിൽ നിന്ന് 3000 പ്രകാശ വർഷം അകലെ സ്ഥിതി ചെയ്യുന്ന നക്ഷത്ര സംവിധാനമാണിത്. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കാവുന്നത് എന്നാണ് നാസ തന്നെ ഈ നക്ഷത്ര പൊട്ടിത്തെറിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. 3000 പ്രകാശ വർഷങ്ങൾക്കകലെയുള്ള ടീക്കൊറോണ ബോറിയാലിസ് എന്ന നക്ഷത്ര സമൂഹത്തിലെ ഒരു ഇരട്ട നക്ഷത്ര സിസ്റ്റത്തിലാണ് അത് നടക്കുക. എന്നാൽ ഈ സംവിധാനം എത്ര നാൾ നീണ്ടു നിൽക്കും? ഇത് കേരളത്തിൽ ദൃശ്യമാകുമോ? വിശദമായി പരിശോധിക്കാം. പരസ്പരം ഭ്രമണം ചെയ്യുന്ന ഒരു ചുവന്ന ഭീമൻ വെള്ളക്കുള്ളൻ നക്ഷത്രങ്ങൾ അടങ്ങിയതാണ് ഈ സംവിധാനം. വെള്ളക്കുള്ളൻ നക്ഷത്രം ചുവന്ന ഭീമനിൽ നിന്ന് നക്ഷത്രപിണ്ഡം ആർജിച്ചുകൊണ്ടിരിക്കും. ആവശ്യത്തിന് വസ്തുക്കൾ ആർജിച്ചു കഴിഞ്ഞാൽ താര ഉപരിതലത്തിൽ കുറച്ചുനേരം നീണ്ടു നിൽക്കുന്ന പ്രകാശമുണ്ടാകും. ഇതാണ് നോവ വിസ്ഫോടനം. നോർത്തേൺ ക്രൗൺ എന്നും അറിയപ്പെടുന്ന കൊറോണ ബോറിയാലിസ് താര സംവിധാനത്തിൽ ഈ വിസ്ഫോടനം കൃത്യമായി കാണാൻ കഴിയും. ഈ വർഷം സെപ്റ്റംബർ വരെയുള്ള കാലയളവിലാകും ഇത് ദൃശ്യമാവുക എന്നും ഗവേഷകർ പറയുന്നു. കേവലം ഒരാഴ്ച മാത്രമാകും ഇത് നീണ്ടു നിൽക്കുക. അതിനുശേഷം മങ്ങിപ്പോകും. നക്ഷത്രങ്ങൾക്കകത്ത് കാമ്പിൽ ഉയർന്ന താപനിലയും സമ്മർദ്ദവും കാരണം ഹൈഡ്രജൻ ആറ്റങ്ങളുടെ കേന്ദ്രങ്ങൾ സംയോജിച്ച ഹീലിയം ഉണ്ടാകുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നതിനാലാണ് അവ പ്രകാശിക്കുന്നത്. ഈ പ്രക്രിയ നക്ഷത്രത്തിന്റെ ആയുസ്സിന്റെ ഭൂരിഭാഗവും നീണ്ടു നിൽക്കും. നമ്മുടെ സൂര്യനെ പോലെ ഒരിടത്തരം നക്ഷത്രത്തിന് അകത്തെ കോറിലെ ഇന്ധനം കഴിയാറാകുമ്പോൾ കോറിന് പുറമെയുള്ള പാളികൾ വികസിക്കാൻ തുടങ്ങും. ഇത് നക്ഷത്രത്തെ ഒരു ചുവന്ന ഭീമനാക്കി മാറ്റും. കോറിലെ ഇന്ധനം മുഴുവനായും തീരുന്നതോടുകൂടി പുറം പാളികൾ അകന്നുപോകും. പിന്നീട് അവശേഷിക്കുന്ന നക്ഷത്രത്തിന്റെ കോർ ഗ്രാവിറ്റി കാരണം ചുരുങ്ങുകയും അത് ഒരു വെള്ളക്കുള്ളൻ നക്ഷത്രമായി മാറുകയും ചെയ്യും. ഇത്തരം നോവ വിസ്ഫോടനങ്ങൾ ശരാശരി 80 വർഷങ്ങളുടെ ഇടവേളയിലാണ് സംഭവിക്കുന്നതെന്ന് ഗവേഷകർ പറയുന്നു. അതായത് ഇനി ഇതുപോലൊന്ന് കാണാൻ 80 വർഷം കാത്തിരിക്കണം. വാന നിരീക്ഷകർക്കും മറ്റും അസുലഭമായൊരു അവസരമാണ് വന്നിരിക്കുന്നതെന്ന് സാരം. ഒരു നക്ഷത്രത്തിന്റെ പ്രതീതി സൃഷ്ടിച്ചാകും ഈ വിസ്ഫോടനം ആകാശത്ത് പ്രത്യക്ഷപ്പെടുക. 1946 ഈ നോവ വിസ്ഫോടനം ഒടുവിലുണ്ടായത്. ബൂട്ട്സ്, ഹെർക്കുലീസ് എന്നീ നക്ഷത്ര സംവിധാനങ്ങളുടെ ഇടയിലാണ് കൊറോണ ബോറിയാലിസ് സ്ഥിതി ചെയ്യുന്നത്. കൊറോണ ബോറിയാലിസിന്റെ ആ ഇരട്ട നക്ഷത്രങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന നോവ പൊട്ടിത്തെറി ആദ്യം ശ്രദ്ധിക്കുന്നത് 1866 1946 വീണ്ടും പൊട്ടിത്തെറിയുണ്ടായി. ശാസ്ത്രജ്ഞരുടെ കണക്കുകൂട്ടൽ പ്രകാരം ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായാലും സെപ്റ്റംബറിനുള്ളിൽ നമുക്കെല്ലാം കാണാനാവുന്ന പൊട്ടിത്തെറി സംഭവിക്കും. ശാസ്ത്ര സമൂഹത്തിന് പരമാവധി വിലപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ച ഭാവിയിലേക്ക് ഉപകാരപ്പെടുത്താനുള്ള അസുലഭ അവസരം കൂടിയാണിത്. കേരളത്തിൽ നിന്നും നോക്കുകയാണെങ്കിൽ വടക്കു ദിശയിലാണ് കൊറോണ ബോറിയാലിസ് എന്ന നക്ഷത്ര സമൂഹമുള്ളത്. തെളിഞ്ഞ ആകാശമാണെങ്കിൽ ഈ നക്ഷത്ര സമൂഹത്തെ ഇപ്പോഴും കാണാനാകും. നൈറ്റ് സ്കൈ ആപ്പുകൾ ഉപയോഗിച്ചാൽ എളുപ്പം ഇതിന്റെ സ്ഥാനം കണ്ടെത്താനാകും. നോവ പൊട്ടിത്തെറി നടക്കുമ്പോൾ പുതിയൊരു നക്ഷത്രം കൊറോണ ബോറിയാലിസിൽ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുക. ഒരാഴ്ചയോളം പുതിയൊരു നക്ഷത്രത്തിന്റെ രൂപത്തിൽ ആകാശത്തെ ഈ നക്ഷത്ര പൊട്ടിത്തെറി നമുക്ക് കാണാനാകും. ഇത്തരം പൊട്ടിത്തെറികളിലൂടെ ജീവന്റെ ഉത്ഭവത്തെപ്പറ്റിയും നക്ഷത്ര പരിണാമത്തെപ്പറ്റിയുമൊക്കെ കൂടുതൽ അറിവ് ശേഖരിക്കാൻ സാധിക്കുമോ എന്ന പരിശോധനയിലാണ് നിലവിൽ ശാസ്ത്രലോകം.